നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കോയിൽസ് 4 C's ഓഫ് കരിക്കുലം എന്ന ടോപ്പിക്കാണ്. എന്താണ് 4 C's ഓഫ് കരിക്കുലം? കമ്മ്യൂണിക്കേഷൻ, കൊഗ്നീഷൻ, കൾച്ചർ ആൻഡ് കോണ്ടന്റ്. ഇതാണ് നമ്മുടെ 4 C's എന്ന് പറയുന്നത്. ഈ ഒരു 4 C's ഓഫ് കരിക്കുലം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഒരു UK എഡ്യൂക്കേഷൻ എക്സ്പേർട്ട് ആയിരുന്ന, ബൈലിംഗ്വൽ എഡ്യൂക്കേഷനിൽ എക്സ്പേർട്ട് ആയിരുന്ന ഡോക്ടർ കോയിലാണ്. സോ ഇവരുടെ ഒരു മോഡലാണ് 4 C's മോഡൽ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ളത്. ഇത് നമ്മുടെ കണ്ടന്റ്, ലാംഗ്വേജ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് എന്നുള്ളതിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ഈ ഒരു 4 C's കരിക്കുലം മോഡൽ. സോ വാട്ട് ഈസ് കണ്ടന്റ്? നമുക്കെല്ലാവർക്കും അറിയാം, കോണ്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താണോ പഠിക്കുന്നത് ആ സബ്ജക്റ്റ് മാറ്ററിനെയാണ് കോണ്ടന്റ് എന്ന് പറയുന്നത്. ഇനി ഈ കോണ്ടന്റിനെ ചുറ്റിപ്പറ്റി വരുന്ന അടുത്ത 3 C's ആണ് കമ്മ്യൂണിക്കേഷൻ, കൊഗ്നീഷൻ ആൻഡ് കൾച്ചർ. സോ വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ? നമുക്കറിയാം, നമ്മൾ എങ്ങനെയാണ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഐഡിയാസ് കൺവേ ചെയ്യാനാവട്ടെ, നമ്മുടെ ചിന്തകൾ എക്സ്പ്രസ് ചെയ്യാനാവട്ടെ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാവട്ടെ, നമ്മൾ ലാംഗ്വേജ് എങ്ങനെ യൂസ് ചെയ്യുന്നു, അതാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സോ കുട്ടികളുടെ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഏരിയ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു സബ്ജക്റ്റ് ആണോ പഠിക്കുന്നത് അതിലൂടെ കുട്ടികളുടെ ലിംഗ്വിസ്റ്റിക് സ്കില്ലും കൂടെ ഇംപ്രൂവ് ചെയ്യുന്നത്. അടുത്തത് കൊഗ്നീഷൻ. എന്താണ് കൊഗ്നീഷൻ എന്ന് പറയുന്നത്? ഇറ്റ് റെഫേഴ്സ് ടു ദ മെൻ്റൽ പ്രോസസ്സ്. നമ്മുടെ ഒരുപാട് മെൻ്റൽ പ്രോസസ്സ് നടക്കുന്നുണ്ട് അല്ലേ? തിങ്കിങ്, റീസണിങ്, അനലൈസിങ്, പ്രോബ്ലം സോൾവിങ്, ഇതെല്ലാം മെൻ്റൽ സ്കിൽസ് ആണ്. സോ ഇങ്ങനെയുള്ള പ്രോസസ്സുകൾ അതെങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, ഏതൊരു കൊഗ്നീഷൻ അല്ലെങ്കിൽ ഏതൊരു കോഗ്നേറ്റീവ് എബിലിറ്റിയാണ് ഇവിടെ കിട്ടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൊഗ്നീഷൻ എന്ന് പറയുന്ന സിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് കൾച്ചർ. ഇറ്റ് റെക്കഗ്നൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കോണ്ടെക്സ്റ്റ് ബോത്ത് കൾച്ചറൽ ആൻഡ് സോഷ്യൽ ഇൻ ദ ലേണിംഗ് പ്രോസസ്സ്. ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ കുട്ടികൾക്ക് അതിൽ നിന്ന് കൾച്ചറൽ ആൻഡ് സോഷ്യൽ ആയിട്ടുള്ള എന്തൊക്കെ വാല്യൂസ് കിട്ടുന്നു, ഇതാണ് ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇറ്റ് എൻകറേജസ് സ്റ്റുഡൻസ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് റെസ്പെക്ട് ദ കൾച്ചറൽ ഡിഫറൻസസ് വെൽ കണക്റ്റിംഗ് ദ കണ്ടന്റ് ടു റിയൽ ലൈഫ് കൾച്ചർ എക്സ്പീരിയൻസസ്. ഞാനൊരു എക്സാമ്പിളിലൂടെ വിശദീകരിക്കാം. സപ്പോസ് നമ്മുടെ കോണ്ടന്റ് എന്ന് പറയുന്നത് ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ വാല്യൂ, ഇങ്ങനെയൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് അവർ കണ്ടന്റ്. ഇനി അതിനെക്കുറിച്ച് കുട്ടികൾ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുന്നു അല്ലെങ്കിൽ ഡിബേറ്റ് നടത്തുന്നു, ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ്റെ ഏരിയയിൽ വരുന്നു. ദെൻ കുട്ടികൾ അതിനെക്കുറിച്ച് ഒരു എസ്സേ എഴുതുന്നു, അല്ലെങ്കിൽ അവർ അതിനെക്കുറിച്ചിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നു, അതിനുവേണ്ടി അവർ മെൻ്റൽ പ്രോസസ്സ് നടത്തുന്നതാണ് കൊഗ്നീഷനിൽ വരുന്നത്. അതേസമയം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ ഒരു പോയിന്റ് ഓഫ് ഡിസ്കഷനാണ് വെസ്റ്റേൺ വേഴ്സസ് ഇന്ത്യൻ ഫുഡ് കൾച്ചർ. അപ്പോൾ വെസ്റ്റേൺ കൾച്ചർ എങ്ങനെയാണ്, കുറച്ചുകൂടെ ഒരു ഫാസ്റ്റ് ഫുഡ് ഹാബിറ്റാണ്, അവർക്ക് അതിൻ്റേതായിട്ടുള്ള റീസൺസ് ഉണ്ട്. അതേപോലെ ഇന്ത്യൻ കൾച്ചർ എന്ന് നോക്കുമ്പോൾ വേറെ രീതിയാണ്, സ്പൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു, ഹോംലി ഫുഡാണ് കൂടുതൽ, ഇപ്പോഴത്തെ കാര്യമല്ല എന്നാൽ പോലും അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ കുട്ടികൾ പല കൾച്ചർ പഠിക്കുകയാണ് അവിടെ അല്ലേ, കൾച്ചറൽ ഡിഫറൻസസ് അവർക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ഈ സീസ് കമ്മ്യൂണിക്കേഷൻ, കൊഗ്നീഷൻ ആൻഡ് കൾച്ചർ എങ്ങനെ കണക്ട് ചെയ്യുന്നു, ഇതാണ് 4 C's കരിക്കുലം ഫ്രെയിംവർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്? കോണ്ടന്റ് ആൻഡ് ലാംഗ്വേജ് ഇൻ്റഗ്രേഷൻ ഇൻ ലേണിംഗ്. ഈ ഒരു CLIL എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കുട്ടികൾ കോണ്ടന്റും ലാംഗ്വേജും സൈമൾട്ടനസ്ലി ഒരേ സമയം പഠിക്കുന്നു. ഇവിടെ ലാംഗ്വേജ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മാതൃഭാഷ അല്ല, മറിച്ച് ഒരു ഫോറിൻ ലാംഗ്വേജ് ആണ്. ഇംഗ്ലീഷ് ആവട്ടെ, ഹിന്ദി ആവട്ടെ, ഉറുദു ആവട്ടെ, തമിഴ് ആവട്ടെ, അറബിക് ആവട്ടെ, ഇതെല്ലാം നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഫോറിൻ ലാംഗ്വേജസ് ആണ്. സോ കുട്ടികൾ ഒരു പുതിയ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അതൊരു ഫോറിൻ ലാംഗ്വേജിലൂടെ അവർ പഠിക്കുന്നു. അതിനെയാണ് ഈ ഒരു CLIL എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും ഒരേ സമയം അവർക്ക് രണ്ട് സംഭവങ്ങളിലും, കോണ്ടന്റിലും ലാംഗ്വേജിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണം. ഓക്കെ, ഇങ്ങനെ രണ്ടിനെയും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പഠിപ്പിക്കുന്ന രീതിയാണ് കോണ്ടന്റ് ആൻഡ് ലാംഗ്വേജ് ഇൻ്റഗ്രേഷൻ ഇൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇത് എങ്ങനെയാണ് പ്രൈമറി എഡ്യൂക്കേഷനിൽ വർക്ക് ചെയ്യുന്നത്, അതുപോലെ എങ്ങനെ സെക്കൻഡറി എഡ്യൂക്കേഷനിൽ വർക്ക് ചെയ്യുന്നു. സോ നമ്മൾ പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ കുഞ്ഞു മക്കളാണ്. അപ്പോൾ നമ്മൾ അവിടെ എന്തിനാണ് ഫോക്കസ് കൊടുക്കുന്നത്? ബേസിക് ആയിട്ടുള്ള ലാംഗ്വേജ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ സിമ്പിളായിട്ടുള്ള സബ്ജക്റ്റ് മാറ്റർ, ഇത് രണ്ടുമാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അല്ലാതെ വളരെ ബ്രോഡായിട്ടുള്ള കോൺസെപ്റ്റിലൊന്നും നമ്മൾ മക്കളെ പഠിപ്പിക്കില്ല. സോ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ പ്രൈമറി എഡ്യൂക്കേഷനിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഒരു കണ്ടന്റിൻ്റെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ബേസ് കിട്ടുന്നതിനോടൊപ്പം തന്നെ ഒരു ഫൺ എൻഗേജിങ് ആയിട്ടുള്ള രീതിയിൽ അവരുടെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസിയും പതിയെ പതിയെ കൂട്ടി വരുന്നു.
അപ്പോൾ ഈ ഒരു കോണ്ടന്റിൽ എങ്ങനെയാണ് വരുന്നത്? ഞാനൊരു എക്സാമ്പിൾ പറയാം. ചെറിയ ക്ലാസ്സിൽ നമുക്ക് കുട്ടികൾക്ക് കളേഴ്സ്, ഷേപ്സ് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്സ്, അഡീഷൻ, സബ്ട്രാക്ഷൻ ഇതൊക്കെ നമ്മൾ ഈ ഫോറിൻ ലാംഗ്വേജിൽ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇനി അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്? കുഞ്ഞു കുഞ്ഞു വാക്കുകളാണ് അവർ പഠിച്ചു വരുന്നത്. ഇപ്പോൾ പാർട്സ് ഓഫ് ദ പ്ലാന്റ്, അപ്പോൾ ലീവ്സ്, സ്റ്റെം, റൂട്ട്സ് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വാക്കുകൾ പഠിച്ചുകൊണ്ട് അവരുടെ വൊക്കാബുലറി ഇൻക്രീസ് ആവുന്നു. അതുപോലെ അവിടെ ഇൻ്ററാക്റ്റീവ് ലേണിംഗ് ആണ്. കുട്ടികൾ കഥകളിലൂടെയും അതുപോലെ ഗെയിംസിലൂടെയും വീഡിയോസ് കണ്ടുമൊക്കെയാണ് ഒരു ഇൻ്ററാക്റ്റീവ് രീതിയിലാണ് അവരുടെ പഠനം മുന്നോട്ട് പോകുന്നത് പ്രൈമറി ലെവലിൽ. അതുപോലെ കോണ്ടെക്സ്ച്വൽ ലേണിംഗ് ആണ്. കുട്ടികൾ അവരുടെ സിറ്റുവേഷൻസ്, അവരുടെ റിയൽ ലൈഫിലൂടെയാണ് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അല്ലേ? നമ്മളൊരു ഇൻ്റർനാഷണൽ ലെവലിലൊന്നുമല്ല. കുട്ടികളുടെ ബുക്കുകൾ പരിശോധിച്ചാൽ നമുക്കറിയാം, ഇംഗ്ലീഷ് ആവട്ടെ, മലയാളം ആവട്ടെ, ഹിന്ദി ആവട്ടെ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവരുടെ ചുറ്റുവട്ടത്തിൽ നടക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവരുടെ ബുക്കിലൂടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ മൈ നെയ്ബർഹുഡ് എന്ന് പറഞ്ഞ് പഠിക്കുകയാണ് EVS. അപ്പോൾ അവരുടെ അടുത്തുള്ള എൻ്റെ അടുത്തുള്ള ലാൻഡ്മാർക്സ് എന്തൊക്കെയാണ്? ഇവിടെ ഒരു അമ്പലമുണ്ട്, ഇവിടെ ഒരു ചേർച്ച് ഉണ്ട്, ഇവിടെ ഒരു മസ്ജിദ് ഉണ്ട്, ഇവിടെ ഒരു പാർക്കുണ്ട്, ഇവിടെ ഒരു ലൈബ്രറി ഉണ്ട്. ഇങ്ങനെ സ്വന്തം ഏരിയയിൽ എന്തൊക്കെ നടക്കുന്നു, ഇങ്ങനെയാണ് കുട്ടികൾ പഠിക്കുന്നത്. ഇനി ഇതേ CLIL എങ്ങനെയാണ് സെക്കൻഡറി എഡ്യൂക്കേഷനിൽ വർക്ക് ആവുന്നത്? കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ലെവലാണ്. കാരണം അവർ ബേസിക് സബ്ജക്റ്റ് അല്ല അവിടെ പഠിക്കുന്നത്, അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ലെവലിലെത്തി. അപ്പോൾ ഏത് ലാംഗ്വേജിലാണോ അവർ പഠിക്കുന്നത്, ഏതൊരു ഫോറിൻ ലാംഗ്വേജിലാണോ പഠിക്കുന്നത്, ആ ലാംഗ്വേജിൽ അവർ കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവങ്ങൾ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ അവരുടെ ഒരു ലാംഗ്വേജ് സ്കില്ല് വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അവർ ആ ഒരു സബ്ജക്റ്റിലുള്ള അവരുടെ അണ്ടർസ്റ്റാൻഡിങ് വർദ്ധിക്കുന്നു, അതേപോലെ അവരുടെ തിങ്കിങ് കപ്പാസിറ്റിയും വർദ്ധിക്കുന്നു. ഇനി ഇതെങ്ങനെയാണ് സെക്കൻഡറി എഡ്യൂക്കേഷനിൽ വർക്ക് ആവുന്നത്? കോണ്ടന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കുറച്ചുകൂടെ അഡ്വാൻസ് സബ്ജക്ട്സ് ആണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഹിസ്റ്ററി, ബയോളജി, ജിയോഗ്രഫി ഇങ്ങനെയുള്ളതൊക്കെ അവർ ടാർഗറ്റ് ലാംഗ്വേജിൽ പഠിക്കുന്നു. അപ്പോൾ കുറച്ചുകൂടെ റിഗറസ് ആയിട്ടാണ് അവരുടെ അക്കാഡമിക്സ് പോകുന്നത്, അല്ലേ? കുറച്ചുകൂടെ ഒരു ഡീപ്പർ ലെവലിൽ പോകുന്നു. അതുപോലെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, നമ്മൾ പ്രൈമറിയിൽ സിമ്പിളായിട്ട് ലാംഗ്വേജ് വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്ത് വന്നു. പക്ഷേ ഇവിടെ അവർ അഡ്വാൻസ് ലെവലാണ് വൊക്കാബുലറി. അതിനോടൊപ്പം തന്നെ അവർ ലാംഗ്വേജ് സ്ട്രക്ചേഴ്സും ഗ്രാമറും ഒക്കെ വളരെ ഡീപ്പായിട്ട് പഠിക്കാൻ തുടങ്ങുന്നു. ഇതുപോലെ ക്രിറ്റിക്കൽ തിങ്കിങ്, അവർ നോർമൽ പഠിച്ചു പോകുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി അവരതിനെ ക്രിറ്റിക്കൽ അനാലിസിസ് ചെയ്യാൻ തുടങ്ങുന്നു. അതുപോലെ അവിടെ കൾച്ചറൽ കോണ്ടെക്സ്റ്റിലാണ് കാര്യങ്ങൾ പോകുന്നത്, അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ വെസ്റ്റേൺ കൾച്ചറും ഇന്ത്യൻ കൾച്ചറും തമ്മിലുള്ള വ്യത്യാസം, അത് അവർ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് അവരവിടെ പഠിക്കുന്നു. അതുപോലെ നമുക്ക് പരിശോധിച്ചാൽ അറിയാൻ കഴിയും അവരുടെ ബുക്സിലൊക്കെ. ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് ബുക്കിലാണെങ്കിൽ, പ്രൈമറി എഡ്യൂക്കേഷനിലാണെങ്കിൽ അവർ ലോക്കൽ കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഈവൻ മലയാളി കുട്ടികളുടെ ഒരു NCERT ബുക്ക് എടുക്കുകയാണെങ്കിലും, ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് ബുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഡ്ഡലി, ചപ്പാത്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇനി അവരൊരു 10ാം ക്ലാസ്സിൽ നമ്മൾ മാക്ബത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്ലേയുടെ ഒരു പാർട്ട് പഠിക്കുമ്പോൾ അത് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഒരു ബ്രോഡർ രീതിയിൽ അവർ വെസ്റ്റേണൈസ്ഡ് കൾച്ചറും എല്ലാ കാര്യങ്ങളും അവർക്ക് മനസ്സിലാവുകയാണ്. സോ ഇതാണ് കൾച്ചറൽ കോണ്ടെക്സ്റ്റിലാണ് സെക്കൻഡറി എഡ്യൂക്കേഷനിൽ CLIL വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത്.